Hello, beautiful people out there, and this is me, Karu. So, എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം പടം വരച്ചോണ്ടിരുന്ന വെച്ചാൽ എനിക്കൊരു കോൾ വരികയാണ്. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് വാട്ട്സ് ദിസ്, ആരാണ് ഈ വിളിക്കുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായി മിനിറ്റുകളുടെ സംസാരങ്ങൾക്ക് ശേഷം ദാറ്റ് ഈസ് എ കോൾ ആൻഡ് ഇറ്റ്സ് എ വർക്ക് ടു ഡു എ വാൾ ആർട്ട്. അപ്പം ചേട്ടൻ്റെ കോൾ വന്നു. കോൾ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, മോനെ നമുക്ക് ചേട്ടന് സ്വന്തമായിട്ടൊരു കഫേ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ വന്ന് ജ്യൂസ് കുടിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അടിപൊളി ഒരു വാൾ ആർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്ത് ചേട്ടാ, നമുക്ക് ചെയ്യാമല്ലോ. ഐ ആം ഹാപ്പി ടു ഡു ദാറ്റ്. സോ ചേട്ടൻ പറഞ്ഞു, എന്നാൽ നീ ഇപ്പോൾ ഒന്ന് വരാൻ പറ്റുമോ, നിനക്ക് അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നിനക്ക് പരിപാടി മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണതാണ്. വിത്തൗട്ട് ഫർദർ ഡ്യൂ വി ആർ ജസ്റ്റ് going to that place to see that wall that we are going to work. അപ്പോൾ ചേട്ടന് ഓൾറെഡി എന്തോ പ്ലാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ പോയി കാണാം. എന്നിട്ട് സ്ഥലം കണ്ടിട്ട് നമുക്ക് കൺഫേം ചെയ്തിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. സോ നമ്മളങ്ങോട്ട് പോകാൻ പോകണേണ്. Let's go and see the place we are going to draw. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലോട്ട് ചെന്നു. ഷോപ്പിൽ ചെന്നിട്ട് ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടനത് ഈ കാണുന്ന വോളിലാണ് ഒരു ആർട്ട് വർക്ക് ചെയ്യേണ്ടത്, ആൻഡ് ഓൾസോ കാണുന്ന ഒരു വാളിലും. ഇത് ആക്ച്വലി പക്ഷേ ടെക്സ്ചറാണ്, പുട്ടിയിട്ട് ടെക്സ്ചർ ചെയ്തേക്കണതാണ്. നമ്മൾ ഓൾറെഡി അവിടെ മുകളിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ അപ്സ്റ്റേഴ്സിൽ തന്നെ. പിന്നെ ഈ ഒരു സ്പേസും നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷൻ പോയി കണ്ടു. ഇറ്റ്സ് എ കുഞ്ഞു സ്ഥലം ആൻഡ് വി ക്യാൻ ഡു ഗുഡ് തിങ്. ആൻഡ് ആ ചേട്ടന് കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. സോ ഓക്കെ ചേട്ടാ, നമ്മൾ ചേട്ടൻ്റെ ഇതിനനുസരിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് ലെറ്റ്സ് സ്റ്റാർട്ട് വർക്കിംഗ്. സോ ലെറ്റ്സ് go guys. Before starting the real wall art, I need some practices. So I used to do some drawings in my college board. കോളേജിലെ ബോർഡിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ചോക്ക് കൊണ്ട് കുറച്ച് നമ്മുടെ ഒരു ചെറിയൊരു പ്രാക്ടീസ് പോലെ ഇങ്ങനെ വരച്ച് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. Yeah. അങ്ങനെ ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസമാണ് ആ വാൾ ആർട്ടിൻ്റെ. നമ്മൾ കുറച്ച് പുതിയ പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതെല്ലാം പാക്ക് ചെയ്ത് കുറച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഓൾറെഡി സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എക്സ്ട്രാ കുറച്ച് ബോട്ടിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, സ്റ്റെയിനസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. റോളർ ആൻഡ് 2 gloves. സോ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ബാഗിനകത്ത് നമ്മുടെ ബ്രഷും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ബാഗിനകത്താണ്, ആൻഡ് പെയിൻറ്റ് എല്ലാം പെട്ടിക്കകത്ത്. സോ വി ആർ ഓൾ സെറ്റ് ടു ഗോ. സോ ഇനി നമുക്ക് അവിടെ വെച്ചാൽ അങ്ങനെ രാവിലെ തന്നെ നമ്മളിവിടെ എത്തിയിരിക്കണതാണ്. ചേട്ടൻ ഷോപ്പ് തുറന്നിട്ടില്ല. സോ വി വിൽ വെയിറ്റ് ഫോർ ഹിം. ആൻഡ് പുള്ളിക്കാരൻ ഷോപ്പ് തുറന്നതിന് ശേഷം വി ക്യാൻ വാക്ക്. കുർബാന നടക്കുന്നതാണ് പള്ളിയിൽ രാവിലെ.
അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി എല്ലാ സാധനങ്ങളും അൺപാക്ക് ചെയ്തു ആൻഡ് വി സ്റ്റാർട്ടഡ് അവർ വർക്ക് ടു ഗോ. വി ആർ ഓൾ സെറ്റ് ടു ഗോ. പിന്നെ നിങ്ങൾ കുറച്ച് ടൈം ലാപ്സ് വീഡിയോസ് ഒക്കെ കാണാൻ കാരണം ഇതിൻ്റെ ഇടയിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നു. ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോലി ആയിരുന്നു നമ്മുടെ പ്രോസസ്സ്. ബ്രഷ് ലൈക്ക് റബ് ചെയ്യാൻ ഭയങ്കര ഇതായിരുന്നുകൊണ്ട് ഭയങ്കര സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ ടെക്സ്ചറിൽ ആക്ച്വലി വർക്ക് ചെയ്തത്. പിന്നെ കഴിഞ്ഞ് അവസാനം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ചായ കുടിച്ച് സാവധാനം പ്രോസസ്സൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് വർക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിനാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ടാവും ഐ ഗസ്. സോ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. സോ നമുക്ക് സെക്കൻഡ് ഡേ കാണാം. ടുഡേ ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് വർക്ക്. സോ നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ തകർക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് വേണം, ബട്ട് വി ആർ ഓൾ സെറ്റ്. സോ നമ്മൾ സെക്കൻഡ് ഡേ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അവിടെ കുറച്ച് സ്ക്രാച്ചസും ലൈക്ക് പെയിന്റ് പോയ സ്ഥലങ്ങളും മതിലിൻ്റെ തേച്ച സ്ഥലങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ പുട്ടിയിട്ട് അടക്കേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഗ്രിഡ് ഇടുന്നതിനൊരു ലൈക്ക് ഇപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് എഴുതി അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ പെയിന്റ് അടിക്കാൻ തുടങ്ങി. വേഗം 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 നേരത്തെ പോലെ ആയിരുന്നില്ല. ടെക്സ്ചർ അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡായിട്ട് കാര്യങ്ങൾ പോയി. അവിടെ ഭയങ്കര മ്യൂസിക് ഉണ്ടായിരുന്നു ഓൾ ദ ടൈം. ആൻഡ് നമുക്ക് കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചു. അത്യാവശ്യം കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതായത് കൊണ്ടും പിന്നെ ആ കൂടി 2-3 വ്യൂസേ ഉള്ളൂ. അതും കൂടെ കോപ്പിറൈറ്റ് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോകമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് സൗണ്ടൊക്കെ ഓഫ് ചെയ്തത്. സെക്കൻഡ് ഡേ ഈസ് സോ ഹെക്ടിക് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിപ്പായി. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. ടുഡേ ഈസ് ദ തേർഡ് ഡേ ഓഫ് ഡൂയിങ് വാളാട്ട്. സോ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓൾ സെറ്റ് വിത്ത് ഫാനൊക്കെ ഓഫാക്കി ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോഴത്തേക്ക് ഓൾ സെറ്റായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ 4 ദിവസത്തെ വർക്ക് അപ്രോക്സിമേറ്റ്ലി 4 ദിവസത്തെ വർക്കിന് ശേഷം നമ്മളെ ഫൈനൽ ഔട്ട്. ഇത്രയും ടൈം എടുക്കേണ്ടതല്ല ആക്ച്വലി, ബട്ട് അവരുടെ ടൈമിങ്ങും നമ്മുടെ ഇതും കൂടെ ലൈക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഒരു ദിവസം ഇത്ര മണിക്കൂർ വെച്ച് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് ആക്ച്വലി. അപ്പോൾ അത് ലൈക്ക് അങ്ങനെ വർക്ക് ചെയ്ത ഒരു കിടിലനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടിട്ട് എന്തോന്നാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ദ ഫൈനൽ ഔട്ട് ഈസ് ഹിയർ.
ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ആക്ച്വലി ഞാനിപ്പോൾ ഇത് എൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ലൈക്ക് ആർട്ട് റിലേറ്റഡ് കണ്ടന്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആർട്ട് വർക്ക് നമ്മൾ ചെയ്യണം, എഡിറ്റിങ് നമ്മൾ ചെയ്യണം, ആൻഡ് ഓൾസോ വീഡിയോഗ്രഫി നമ്മൾ തന്നെ ചെയ്യണം. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോഗ്രഫി പരിപാടിയൊന്നും വലിയ രീതിക്ക് എനിക്ക് അറിയത്തില്ല. ചെറിയ രീതിക്കൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ എൻ്റെ ഈ വീഡിയോസിനകത്ത് ഉണ്ടാവും. ഹൈ ലെവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണ യൂട്യൂബേഴ്സ് ഉണ്ട്. സോ ആ ലെവലിലോട്ട് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. മേ ബി ഹോപ്പ്ഫുള്ളി അതിലോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം അതിൻ്റെ ഈ കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. പയ്യെ ഇമ്പ്രൂവായി വരാം. ഭയങ്കരമാണ്, ഭയങ്കര സീനാണ് ആക്ച്വലി ഒരു ആർട്ട് റിലേറ്റഡ് കണ്ടന്റ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയണത്. എല്ലാവിടെയും ഫോക്കസ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ഇങ്ങനെ താഴ്ന്നു പോകും. എനിക്കൊന്നാമത് എഡിറ്റിങ്ങും വീഡിയോഗ്രാഫി അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ പാടാണ്. സോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. Thank you and we will see you on the next video.